സെയിം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് സ്റ്റെല്ല എന്ന് പറയപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെയും അതുപോലെ തന്നെ സൂരജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും മീഡിയാസ് പബ്ലിസിറ്റി കൊടുത്തൊരു വലിയൊരു വിവാഹമായിരുന്നു അവരുടേത്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഇവരുടെ ഇൻ്റർവ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു പോവാം. അതിലൊക്കെ ഇവർ പറയുന്നത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിവാഹമാണ് ഗുരുവായൂർ വെച്ച് നടക്കുന്നത്, ചരിത്രം തിരുത്തി കുറിച്ചു, ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയാണ് ഈ മീഡിയാസൊക്കെ ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂസ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് ഐൻഹരി ആരോഹി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ, ഇതാണ് ആള്. ഈ പുള്ളിക്കാരി വന്നിട്ട് സ്റ്റെല്ലയുടേതല്ല ആദ്യത്തെ മാരേജ് ഗുരുവായൂർ വെച്ച് നടക്കുന്നത്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വെച്ചിട്ട് എൻ്റേതാണ്, അതായത് ഹണിയുടെയാണ് മാരേജ് നടന്നത് എന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. പിന്നെ ഹണി തന്നെ പറയുന്നുണ്ട്, ഹണിക്ക് പോലും ഉറപ്പില്ല, ചിലപ്പം എനിക്ക് മുന്നേ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്, ഇതിന് മുന്നേയും ഹണിക്ക് മുന്നേയും ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ഹണി പറയുന്നുണ്ട്. കൂടിക്കാഴ്ച വന്നത് തന്നെ ആദ്യമായി വിവാഹം കഴിച്ചു എന്നൊരു പരാമർശം നമ്മളിപ്പം 2-3 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഹണി തൻ്റെ നിലപാടിൽ ഉറച്ചു പറയുന്നു, ഞാനാണ് വിവാഹം കഴിച്ചത്. എന്താണ് അതിന്റെ സത്യകഥ? സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മാരേജ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ 4-ാം തീയതി 2021 എന്ന് പറഞ്ഞാൽ കോവിഡ് ഒക്കെ നമ്മുടെ കോവിഡ് സമയത്താണ് എന്റെ മാരേജ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ മാരേജ് പുറത്തേക്ക് വരാഞ്ഞെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണങ്ങൾ നടത്തുന്നതിന് ഇത്ര ആളുകളെ വരാൻ പാടുള്ളൂ, ഇത്ര ആളുകളെ അമ്പലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, മീഡിയക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പൊ എന്റെ മമ്മി എന്ന് പറയുന്നത് രഞ്ജിമാർ എന്ന വ്യക്തിയാണ്. അപ്പൊ രഞ്ജിമാർ നടത്തുന്ന കല്യാണത്തിനകത്ത് ഒരുപാട് ആളുകളെ വിളിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കല്യാണം മാത്രം അത്ര പ്രൈവറ്റ് ആയിട്ട് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോവിഡ് സമയത്ത് നമ്മൾക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പോകുന്നതിനും വരുന്നതിനും യാത്രകൾ ചെയ്യുന്നതിനും കുറെ കുറവുകൾ. ആദ്യം എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് ആലുവയിലായിരുന്നു. അപ്പൊ അവിടെ അത് കോവിഡ് കാരണം മാറ്റിയിട്ടാണ് പിന്നെ ഗുരുവായൂരേക്ക് മാറ്റിയത്. അപ്പോൾ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് അധികം വരാതിരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഇത് പുറത്തേക്ക് വരാതിരുന്ന അങ്ങനെ. പിന്നെ മീഡിയനെ വിളിക്കാഞ്ഞത് ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു വിളിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാതിരുന്നത്. ആക്ച്വലി ഞാൻ അന്ന് പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു അവാർഡിനോ ഒരു പട്ടത്തിനോ വേണ്ടിയിട്ടുള്ള മത്സരമൊന്നുമല്ലോ. നമ്മുടെ മാരേജ് നമ്മുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ അജിനാണേലും ഇപ്പൊ വേറൊരു വ്യക്തിയാണേലും നമ്മുടെ സറൗണ്ടുള്ള നമ്മുടെ മാതാപിതാക്കളാണ്. മാരേജ് ചെയ്യുന്നത് ഘോഷിക്കാനൊന്നുമല്ല. അപ്പൊ അത് ന്യൂസായി പോകുന്നത് അതാടെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ അവിടെ വന്നിരിക്കുന്ന കണ്ടന്റ് ആദ്യമായിട്ട് ചരിത്രം കുറിച്ചു എന്നുള്ള കാര്യം. ഒരു ചരിത്രം കുറിച്ചിട്ടില്ലല്ലോ, അതിന് മുന്നേ വിവാഹം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെയാണ് ഞാൻ തിരുത്തിയിരിക്കുന്നത്. അതിന് മുന്നേ നടന്നിരിക്കുന്നത് എന്റേതും അല്ല ആദ്യം നടന്നിരിക്കുന്ന വിവാഹം എന്ന് ഞാൻ പറയുന്നുണ്ട്. മുന്നേ നടന്നു, ഈ കുട്ടിയുടെ വിവാഹത്തെക്കാൾ മുന്നേ അവിടെ വർഷങ്ങൾക്ക് മുന്നേ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അതെനിക്ക് തിരുത്തണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ആഗ്രഹം നടന്നോട്ടെ, അവർ ഏത് രീതിയിൽ നടത്തിയാലും ആഗ്രഹം നടന്നോട്ടെ. ഞാൻ കാണിച്ചേക്കുന്നത് ഹണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണമാണ്. ഹണി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വിവാഹം നടന്ന സമയത്ത് പുള്ളിക്കാരന് ഒരുപാട് ആൾക്കാർ ഫോഴ്സ് ചെയ്തു, നിന്റെ അല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞത്, അപ്പൊ നീ അത് പോയിട്ട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരുപാട് പേര് ഫോഴ്സ് ചെയ്തു പോയി മീഡിയാസിന്റെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരി ആദ്യം അതൊന്നും വകവെച്ചില്ല, ഇനി ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് ജീവിച്ചോട്ടെ, സന്തോഷമായി ജീവിച്ചോട്ടെ എന്നാണ് ഹണി കരുതിയത്. അതുകൊണ്ടാണ് ആദ്യം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് ഹണി പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് മീഡിയാസിന്റെ മുന്നിൽ ഇപ്പം വന്ന ഈ ഒരു കാര്യം, എന്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത്, ചരിത്രം സ്റ്റെല്ലയല്ല ആദ്യം മാറ്റി കുറിച്ചത് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റെല്ലയുടെ മാരേജിന് ശേഷം സ്റ്റെല്ലയും ഭർത്താവും കൂടിയിട്ട് ഒരുപാട് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട്, അതായത് ചെറിയ ചെറിയ യൂട്യൂബ് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ആദ്യം കല്യാണം കഴിച്ചത് എന്നൊക്കെ സ്റ്റെല്ല വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്നിട്ട് ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നാണ് ഹണി പറഞ്ഞിട്ടുള്ളത്. തന്നെ ആയാലും നമുക്ക് സ്റ്റെല്ലയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. ഈ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ. അതെ, എന്ത് തോന്നുന്നു അങ്ങനെ? സന്തോഷം. സ്റ്റെല്ലയുടെ മാരേജ് കഴിഞ്ഞ അന്ന് തന്നെ സ്റ്റെല്ല ഏതൊരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അതിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ആങ്കർ അങ്ങോട്ട് ചോദിക്കുകയാണ്, ചരിത്രം തിരുത്തി കുറിച്ച നിമിഷമല്ലേ, നിങ്ങളല്ലേ ഫസ്റ്റ് മാരേജ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് സ്റ്റെല്ലയ്ക്ക് തന്നെ സംശയമാണല്ലേ, ഞാനാണോ അല്ലേ, എന്നാൽ ഞാൻ തന്നെ ആയിരിക്കാം. കാരണം ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ല, ഈ വീഡിയോസ് കാണുന്നവരും കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിനു മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുടെ കല്യാണം ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് ഇവരെ ഈ സ്റ്റെല്ലയും സൂരജും കല്യാണം കഴിച്ചു എന്നുള്ള ന്യൂസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്റ്റെല്ലയും അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല, ഞാനാണോ എന്നാൽ ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് സ്റ്റെല്ല അന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം ഇവർ കുറച്ച് മീഡിയാസിന് കൊടുത്ത ഇന്റർവ്യൂസ് ഉണ്ട്, അതായത് സ്റ്റെല്ലയും സൂരജും കൂടിയിട്ട്. അതിലും സ്റ്റെല്ല പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും അതുകൂടി ഒന്ന് കണ്ടു നോക്കാം.
ഗുരുവായൂർ വെച്ചിട്ടല്ലേ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുന്ന ട്രാൻസ് വിവാഹമായിരുന്നു നിങ്ങളുടേത് അല്ലേ? ഫാമിലിയോട് കൂടി പോയിട്ട് അവിടെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അതും സാധിച്ചു. വളരെ സന്തോഷം. ഇപ്പോൾ ഇത്രയും പ്രസിദ്ധമായ ഒരു അമ്പലത്തിലാണ് ഇങ്ങനെ വിവാഹം നടക്കുന്നത്, അതും ആദ്യമായിട്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അതായത് ഇപ്പോൾ കല്യാണം നടക്കുന്ന ടൈമിലാണെങ്കിൽ ഇതിലും സ്റ്റെല്ല പറയുന്നത് എന്താ, ആങ്കർ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് ആണോ എന്നാൽ ഞങ്ങൾ തന്നെ ആയിരിക്കും, ഞങ്ങളുടെയാണ് ആദ്യം വിവാഹം കഴിഞ്ഞത് എന്നുള്ള രീതിയിലാണ് സ്റ്റെല്ല അവിടെ പറയുന്നത്. നമുക്കായാലും ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളാണോ ആദ്യം അവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ ഞാനാണോ എന്നാൽ ഞാൻ തന്നെയായിരിക്കും. കാരണം അവരും ചിലപ്പോൾ മുന്നേ മീഡിയാസിൽ കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിട്ടുള്ളതായിട്ട്. അതുകൊണ്ട് സ്റ്റെല്ല നോർമലി ഇത് പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ സ്റ്റെല്ല ഒരു ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാനാണ് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വെച്ചിട്ട് ഗുരുവായൂരിൽ വിവാഹം കഴിച്ചത് എന്നൊന്നും സ്റ്റെല്ല അതിനകത്ത് വാദിക്കുന്നില്ല. സ്റ്റെല്ലേന്നല്ല, സ്റ്റെല്ലേൻ്റെ ഭർത്താവായിട്ടുള്ള സൂരജും ഒരു ഇൻ്റർവ്യൂസിൽ പോലും വാദിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആണ് 100% ഞങ്ങളാണ് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെല്ല ഒരിടത്തും വാദിക്കുന്നതായി അല്ലെങ്കിൽ സമർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഹണി ഇങ്ങനെ വന്നിട്ട് അവരങ്ങനെ വാദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പല മീഡിയാസിലും വന്നിട്ട് ഞങ്ങളാണ് ചരിത്രം തിരുത്തി കുറിച്ചത് എന്ന് സ്റ്റെല്ല പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഹണി ആരോഹി ഇപ്പം ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഹണി പറയുന്നത്. പക്ഷെ ഹണീന്റെ ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ഇപ്പം ഇതിനു മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്തുള്ള ശരിയായിരിക്കും, നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ അന്ന് അതത്ര മീഡിയ പബ്ലിസിറ്റിയോ ആകെ 4-5 പേര് വെച്ചിട്ട് ചുരുങ്ങിയ രീതിയിലൊരു വിവാഹമായിരുന്നു അന്ന് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയാസും അങ്ങനെ ഒരു ന്യൂസ് പുറത്തു വിട്ടതായിട്ട് കണ്ടിട്ടുമില്ല. പിന്നെ ഈ ഹണീൻ്റെ കല്യാണ ഫോട്ടോയോ അങ്ങനത്തെ ഒന്നും, ഞാൻ ഹണീനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. 2020 തൊട്ട്, ഞാൻ 2020 തൊട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഹണീനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ഹണീൻ്റെ ഒരു മാരേജ് ഫോട്ടോസോ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഇവരിടാതിരുന്നതാണോ എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നോർമലി കാണുന്ന ജനങ്ങൾക്ക് എന്താ, മീഡിയാസിലൂടെ അറിയുന്നത് മാത്രമല്ലേ നമ്മൾ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ഇപ്പം എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് കയറി ഒരാളെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതല്ലേ, നമ്മുടെ മനസ്സിലേക്ക് അതല്ലേ പതിയുള്ളൂ. അല്ലാണ്ട് അതിന് മുന്നേ ചിലപ്പം എവറസ്റ്റിൽ പല ആൾക്കാരും പോയിട്ടുണ്ടാവും അല്ലേ, പക്ഷെ അതൊന്നും അന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, അന്ന് മീഡിയാസിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കണ്ണിൽ എന്താണോ നമ്മളിലേക്ക് എത്തുന്നത്, മീഡിയാസ് വഴിയെങ്കിൽ മീഡിയാസ് വഴി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റെല്ലയും സൂരജും തന്നെ അല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ആദ്യമായി വിവാഹം കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരാളെന്ന് പറയുന്നത് അല്ലേ? ആണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം സ്റ്റെല്ലയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിൽ സ്റ്റെല്ലേനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഹണീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഹണിയോട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള മീഡിയാസിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇതുപോലുള്ള ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനാണ് കല്യാണം ആദ്യമായിട്ട് ഗുരുവായൂർ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ നോക്കുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നൊരു സംഭവമൊന്നും അല്ലല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. അല്ലാണ്ട് ഞാനാണ് ഫസ്റ്റ് എന്ന് വാദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ കിട്ടുന്നത്? ഈ ഒരു സംഭവം മുതലെടുത്ത് ഹണി ഷോ ഓഫ് കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതേ തുടർന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റെല്ല ലാസ്റ്റ് സുല്ലിട്ടിട്ടുണ്ട്. പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് പറയുന്നുണ്ട് കമന്റ്സിന്റെ അടിയിലൊക്കെ, ഫസ്റ്റും വേണ്ട ലാസ്റ്റും വേണ്ട, ഞങ്ങൾക്ക് സമാധാനമായി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റെല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ജീവിക്കട്ടെ സ്റ്റെല്ല. അപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് ദയവേത് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഹണീനോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചു, സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തായാലും ഇപ്പം നിലവിൽ ആ ഒരു പാർട്ട്ണറുമായിട്ടല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളവരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ കല്യാണം കഴിച്ചവരുടെ അത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 1 month പോലും ആയിട്ടില്ല, അപ്പോൾ അവരുടെ ലൈഫിൽ വെറുതെ കല്ലുകടിയായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.